Beats. That's right. Chapter 4 Inserting Features in Writer. Lesson objectives: learn to insert pictures, movies, and sounds. Learn to insert special characters and hyperlinks. Learn to insert page color. നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോണത് ലിബ്രോഫീസ് റൈറ്ററിൻ്റെ ഇൻസേർട്ടിങ് ഫീച്ചേഴ്സാണ്. അതായത് തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ലിബ്രോഫീസ് പഠിച്ചു, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ലിബ്രോഫീസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്ന പിക്ചേഴ്സ്, ഹൈപ്പർ ലിങ്ക്, ക്യാരക്ടേഴ്സ്, അതായത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതുപോലെ പേജ് കളറ്, ഇങ്ങനെയുള്ള ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസേർട്ടിങ് ഫീച്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. LibreOffice Writer provides many features which can be inserted into your documents. Let us study some of them here. അപ്പോൾ ലിബ്രോഫീസ് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ആ ഫീച്ചേഴ്സ് നമുക്ക് ഡോക്യുമെൻറ്റിക്ക് ഇൻസേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇൻസേർട്ടിങ് പിക്ചേഴ്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്ന് നോക്കാം. You can insert pictures in your document to make it beautiful. In LibreOffice Writer, you can insert pictures of your choice at the desired place. There are 3 ways to insert pictures in your document, which are Gallery, From File, Scan. നമുക്ക് ഡോക്യുമെൻറ്റിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് അതിൽ പിക്ചേഴ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപാട് പേജുള്ള ഡോക്യുമെൻ്റ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ഒരു പേജുള്ള ഡോക്യുമെൻ്റ് ആവാം. നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ, ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പ്രധാനമായിട്ടും 3 രീതിയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതിൽ ഗാലറി, അതായത് നമുക്ക് ഗാലറിയിൽ കുറച്ച് പിക്ചേഴ്സ് ഉണ്ടാവും, അത് ഇൻസേർട്ട് ചെയ്യാം. ഗാലറിയിൽ നമുക്ക് ലിബ്രോഫീസിൻ്റെ കൂടെ വരുന്ന പിക്ചേഴ്സ് ആയിരിക്കും. അത് കൂടാതെ ഫ്രം ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലുള്ള ചിത്രങ്ങൾ, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതൊക്കെ പിക്ചേഴ്സ് ഉണ്ടോ, നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തതാവാം, അതല്ലെങ്കിൽ നമ്മൾ ഫോണിൽ നിന്ന് കമ്പ്യൂട്ടർക്ക് ട്രാൻസ്ഫർ ചെയ്ത ഇമേജസ് ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇമേജസ് ഒക്കെയാണ് ഫ്രം ഫയലിലൂടെ എടുക്കുക. 3ാമത്തെ രീതി സ്കാൻ ആണ്. സ്കാനർ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർക്ക് സ്കാൻ ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുന്ന രീതിയാണ്. LibreOffice Writer itself comes with ready-made pictures known as gallery. To insert a picture from gallery, follow these given steps. LibreOfficeൽ റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന പിക്ചേഴ്സ് ആണ് ഗാലറി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്ന് എങ്ങനെ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാന്നുള്ളതിൻ്റെ സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് 1, click on gallery icon from the standard toolbar. Step 2, the gallery window appears on the upper half of the document. Step 3, select the theme you want from the left pane. Step 4, select the required pictures from the right pane. Step 5, drag and drop the pictures into the document. This insert the pictures on your document. You can also resize it and drag and place it at another place. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പുകളൊന്ന് ചെയ്ത് നോക്കാം.
നമുക്ക് മറ്റൊരു പിക്ചറും കൂടി ഗാലറിയിൽ നിന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. From file option is used to insert pictures from your computer. To insert a picture from a file, follow the given steps. Step 1. Click on Insert menu. Point to image and select it from file. The Insert Picture dialog box appears. Step 2. Select the picture from the desired location. Step 3. Click on the Open button. Now the picture gets inserted in your document. ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ചിത്രം എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അതായത് ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് അതിലുള്ള ഇമേജിൽ നിന്ന് ഫ്രം ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി പോയിട്ട് നമ്മുടെ ചിത്രം എവിടെയാണോ, ഏത് ലൊക്കേഷനിലാണോ, ഏത് ഡ്രൈവിലാണോ അല്ലെങ്കിൽ ഏത് ഫോൾഡറിലാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ചിത്രം ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് ഒന്ന് ചെയ്ത് നോക്കാം. Do you know? You can also insert scanned images using a scanner. To do this, click on Insert menu and choose Scan from Image option. നമുക്ക് സ്കാനർ ഉപയോഗിച്ചിട്ടും ചിത്രങ്ങൾ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഇൻസേർട്ട് മെനുവിൽ സ്കാൻ ഫ്രം ഇമേജ് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ്, ഇൻസേർട്ടിംഗ് മൂവി ആൻഡ് സൗണ്ട്. LibreOffice Writer support to insert videos and sound clips into the document. You can insert video clips from your own files. To insert movies and sound clips, follow these given steps. Step 1. Click on Movie and Sound option from the Insert menu. An Insert Movie and Sound window will appear. Step 2. Select the file from the desired location. Step 3. Click on Open button. Now the file gets inserted on your document. അടുത്തതായിട്ട് ഒരു മൂവി ക്ലിപ്പോ അല്ലെങ്കിൽ സൗണ്ട് ക്ലിപ്പോ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അതെങ്ങനെയെന്ന് നമുക്ക് അതിൻ്റെ ഒന്ന് ചെയ്തു നോക്കാം.的话，那就得大天堂直达车。如果不答应，就算这样。
Next, inserting font work. Font work is a gallery of text styles that you can add to your LibreOffice Writer documents to create attractive effects. You can type text in different styles with the help of font work. You can create colored, shadowed, or rotated text using font work. To insert font work text, follow the given steps. Step 1. Click on View menu, point to toolbar and select font work. When it is checked, font work gallery will be shown at the bottom side of the window. Step 2. Select the style of your choice and click on OK button. Now font work appears in your selected styles. Now double click and type your own text and click outside it. അടുത്തതായിട്ട് നമുക്ക് ഇൻസേർട്ടിങ് ഫോണ്ട് വർക്ക്, എങ്ങനെ ഫോണ്ട് വർക്ക് ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോണ്ട് വർക്ക് ഇൻസേർട്ട് ചെയ്യാൻ ആദ്യം ഫോണ്ട് വർക്കിൻ്റെ ഗാലറി നമുക്ക് ഷോ ചെയ്യേണ്ടതുണ്ട്. LibreOffice റൈറ്ററിൽ അത് ഷോ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ വ്യൂ മെനുവിൽ പോയിട്ട് ടൂൾ ബാറിൽ പോയിട്ട് ഫോണ്ട് വർക്കിൽ ചെക്ക് മാർക്ക് ഇടണം. ഓൺ ആണെങ്കിൽ നമുക്ക് വിൻഡോൻ്റെ താഴായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൽ നിന്നും അട്രാക്റ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. Next, inserting special characters. You may have noticed that some of the special characters used in business documents are not available on the standard keyboard. You can insert different type of symbols in LibreOffice Writer. To add special characters in your document, follow these given steps. Step 1. Place the cursor where you want to insert the symbol. Step 2. Click on the Insert menu and select the Special Character option. The Special Characters dialog box appears. Step 3. Select the symbol you require for the document. Step 4. Click on OK button. You can see the symbols inserted at the position of the cursor. നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആവശ്യമായിട്ട് വരാറുണ്ട്. സാധാരണ നമ്മൾ ബിസിനസ് ഡോക്യുമെന്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കീബോർഡിൽ ലഭ്യമല്ലാത്ത പല സിമ്പിളുകളും കാണാറുണ്ട്. കോപ്പിറൈറ്റ്, രജിസ്റ്റേർഡ് മാർക്ക്, ട്രേഡ് മാർക്ക്, ഇങ്ങനെ ഒരുപാട് സാധാരണ കോമൺ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സിമ്പിൾസുകൾ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടർ എന്ന ഓപ്ഷനിലൂടെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പുകളാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് സ്പെഷ്യൽ ക്യാരക്ടർ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം അതിന് ആവശ്യമുള്ള സ്പെഷ്യൽ ക്യാരക്ടറിൽ നമുക്ക് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ അടിച്ച് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് എങ്ങനെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻസേർട്ട് ചെയ്യാമെന്ന് ഒന്ന് നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു, അതുപോലെ മൂവീസ് ആൻഡ് സൗണ്ട് ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു, അതുപോലെ ഫോണ്ട് വർക്ക്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻസേർട്ട് പേജ് കളർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും, അതുപോലെ ഹൈപ്പർ ലിങ്ക് എന്താണ് ഹൈപ്പർ ലിങ്ക് എന്നും ഹൈപ്പർ ലിങ്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.